സിനുജി, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ മറ്റൊരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ സാധ്യത എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം പാകിസ്ഥാന് നേരെ ഏത് നിമിഷവും ഇന്ത്യ ഒരു ആക്രമണം നടത്തിയേക്കുമോ എന്നുള്ള ഭയപ്പാടിലാണ് പാകിസ്ഥാൻ. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വലിയ ഭീഷണി പാകിസ്ഥാനെ നേരിടുന്നുണ്ട്. ഇതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പം ചെയ്യുന്നത് എന്താ വെച്ചാൽ, അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി മൊത്തം അങ്ങ് അടയ്ക്കുകയാണ്. അതിർത്തി അടച്ചു കഴിഞ്ഞാലുള്ള ഗുണം, പാകിസ്ഥാന് ഭീഷണി ഉയർത്തുന്ന അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന താലിബാന്റെ പ്രോക്സികളുണ്ട്, ഈ ഭീകര സംഘടന. അവർ പ്രശ്നമായിട്ട് വരാം. ഇപ്പോൾ തെഹ്രികെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, അതിനകത്ത് ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു ചാവേർ ആക്രമണം നടത്തി. പാകിസ്ഥാനിലെ 13 ആർമി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ ചാവേറാണ്, കാരണം ഇയാൾ ചാകാൻ നടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ചാവേർ ആക്രമണം നടത്തിയപ്പോൾ ഈ തെഹ്രികെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന പറഞ്ഞു, ഞങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം, ഞങ്ങളാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ചെയ്തെന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ, ഇന്ത്യയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നത് ഇന്ത്യയാണെന്ന് പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. ഇതിനിടയിൽ പാക് സൈന്യാധിപനായ അസിം മുനീർ അവിടെ നേവി ഒരു പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെ ആ മേഖല സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രദേശമാണ്, അവർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നടത്തുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭം എന്ന് പറയുന്നതിനെ ഇന്ത്യ ഭീകര പ്രവർത്തനമായിട്ട് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനം കൊണ്ടുവരികയാണ്. അപ്പോൾ പലതവണയായിട്ട് ഈ പ്രകോപനം വന്നപ്പോൾ നമ്മുടെ നേവി INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ INS വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ നീങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ അനുഗമിക്കുന്ന പടക്കപ്പലുകളുടെ ഒരു വ്യൂഹം ഉണ്ടാവും. ഇവയെല്ലാം തന്നെ കറാച്ചിയെ അടിസ്ഥാനമാക്കി, അല്ലെ കറാച്ചിയെ ലക്ഷ്യമാക്കി നീങ്ങുക. ഏതാണ്ട് 230 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പം കറാച്ചിയും INS വിക്രാന്ത് നിൽക്കുന്നത്. അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സിന്ദൂർ ഓപ്പറേഷനിൽ നമ്മൾ ആക്രമിച്ചത് വ്യോമസേനയുടെ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. വ്യോമസേന മാത്രമേ ഈ ആക്രമണത്തിൽ പങ്കെടുത്തുള്ളൂ. നാവികസേന പൂർണ്ണ സജ്ജരായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ഓർഡർ കിട്ടാത്തതുകൊണ്ട് ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇതേ നാവികസേന ഇപ്പോഴും അവിടെ നിലയുറപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കപ്പലിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഒരേ സമയം ആക്രമിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുള്ള സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ പ്രതിരോധിക്കുന്നു, ചൊറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആക്രമിക്കാനായിട്ട് ഏത് നിമിഷവും ഒരു തയ്യാറെടുപ്പ് നടത്തും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പതാകയുമായി വരുന്ന കപ്പലുകൾക്ക് പാകിസ്ഥാനും, പാക് പതാകയുമായി എത്തുന്ന കപ്പലുകൾക്ക് ഇന്ത്യയും ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന തുറമുഖങ്ങളിലൊന്നും പാകിസ്ഥാൻ്റെ കപ്പലുകൾക്ക് അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മദർഷിപ്പുകളൊന്നും തന്നെ പാകിസ്ഥാനിൽ അടുക്കാതെ ദൂരേക്ക് മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇതോടുകൂടി അവിടുത്തെ ട്രേഡ് വല്ലാതെ തകരുകയാണ്. അതായത് സാധാരണഗതിയിൽ 30 ദിവസം കൊണ്ട് എത്തേണ്ട കപ്പൽ 50 ദിവസത്തോളം എടുക്കും. കാരണം മദർഷിപ്പ് ഒരിടത്തുകൊണ്ട് നിർത്തുന്നു, അവിടുന്ന് ഫീഡർഷിപ്പ് വരെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഇതിൻ്റെ ഒരു കയറ്റുമതി പിന്നെന്താ പണച്ചിലവ് അത് കൂടി വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചുങ്കം എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് അതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാൻ ഒരു വലിഞ്ഞു മുറുകി നിൽക്കുമ്പോൾ ഇന്ത്യക്കെതിരെ, കാശ്മീരിനെതിരെ എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിച്ചാൽ അതുവഴി ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ പാകിസ്ഥാൻ ജനങ്ങളുടെ ഒരു സ്വീകാര്യത കിട്ടും. ഇതാണ് അസിം മുനീർ ലക്ഷ്യമിടുന്നത്. അതാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ, പ്രകോപനപരമായ നീക്കങ്ങളൊക്കെ ഇവർ നടത്തേണ്ട കാര്യം. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അസിം മുനീറിന് അറിയില്ലേ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ അടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്, നമുക്ക് ചുറ്റും ലോക്കിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഈ അസിം മുനീറിന് അറിയില്ലേ? അപ്പോൾ അവർ ഈ കാണിക്കുന്ന മണ്ടത്തരല്ലേ? അല്ല, അസിം മുനീറിന് തീർച്ചയായിട്ടും, അസിം മുനീർ എന്ന് പറഞ്ഞത് സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷലാണ്. കാരണം അയാൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പദവിയിൽ അയാൾ എത്തി. അയാളുടെ ആത്യന്തികമായ ലക്ഷ്യം മുൻഗാമികളെ പോലെ ഈ പദവിയിൽ നിന്ന് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുക. അപ്പോൾ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ എന്ന പദവിയിൽ നിന്ന് പ്രസിഡന്റ് ആകാനാണ്. ഇത് നവാസ് ഷെരീഫ് എന്ന് പറയുന്ന ഷഹബാസ് ഷെരീഫിൻ്റെ സഹോദരനും മുൻ പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ, ആ സംഘർഷം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ജനതയ്ക്ക് മനസ്സിലായി ഇന്ത്യ സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ വൻ ശക്തിയാണ്. അവരുമായിട്ട് അടിച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമ്മൾ തകർന്നു. അതുകൊണ്ട് ഇപ്പോൾ ആക്രമണത്തിന് പോകരുത്. പക്ഷേ അസിം മുനീറിന് ഈ ആളുകളുടെ എല്ലാം ഒരു പിന്തുണ വേണം. അപ്പോൾ ഇവർ ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും കശ്മീരിനെ കുറ്റം പറയുന്നു, ഇന്ത്യയെ കുറ്റം പറയുന്നു. കശ്മീർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന UN വരെ പ്രമേയം പാസ്സാക്കിയതാണ്, അവരെ സ്വതന്ത്രമാക്കണമെന്ന്. ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ട? അപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റും. അത് തനിക്ക് അനുകൂലമാക്കിയെടുക്കണം. ഇപ്പം നേവിയുടെ പിന്തുണ വേണ്ട രീതിയിൽ ഇപ്പം അസിം മുനീറിനില്ല. അയാളുടെ ഒരു ചിന്തയാണ്. മറ്റ് പട്ടാള മേധാവികൾ ഒരുപക്ഷെ അസിം മുനീറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കാം. അതുകൊണ്ടാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പോയിട്ട് കശ്മീരിൻ്റെ കാര്യം, ഇന്ത്യക്കെതിരായ കാര്യമൊക്കെ പറഞ്ഞ് ഒരു വികാരം സൃഷ്ടിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അസിം മുനീർ കൃത്യമായിട്ട് അറിയും ഈ വികാരം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യും, അത് നമ്മൾ പ്രതിരോധിക്കാൻ പറ്റില്ല.
പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇയാൾ പറഞ്ഞു ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കും. ഇതൊക്കെയാണ് അസീം മുനീർ പറയുന്നത്. അവരുടെ അതിനുള്ള ശക്തിയില്ല. ആ പറച്ചിൽ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞു ഇനിയും ഇത്തരം പ്രകോപനവുമായിട്ട് വന്നാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് നമ്മൾ കാണുമെന്നും നിങ്ങളെ കയറി ആക്രമിക്കുമെന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള കപ്പൽ വ്യൂഹം ഇപ്പോൾ കറാച്ചിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. കറാച്ചി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ തുറമുഖ. അവിടുത്തെ എല്ലാ ട്രേഡുകളും നടക്കുന്നത് കറാച്ചി വഴിയാണ്. സാധനങ്ങൾ കൊണ്ടുവരുന്നതായിക്കോട്ടെ, ഇറക്കുമതി ചെയ്യുന്നതായിക്കോട്ടെ. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന വരുമാന മാർഗ്ഗം കൃഷിയാണ്, പിന്നെ ഒന്ന് തുണിത്തരങ്ങളാണ്. ഇതിൻ്റെ കയറ്റുമതി നടക്കും, പക്ഷേ ഇതിന് വേണ്ട അസംസ്കൃത വസ്തുക്കളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കറാച്ചി തുറമുഖം വലിയ പ്രതിസന്ധിയിലായിട്ട് നിൽക്കുന്നു. ഈ കറാച്ചി തുറമുഖത്തിൽ നിന്ന് പ്രകോപനമുണ്ടായാൽ ഇന്ത്യൻ ഷിപ്പുകളിൽ നിന്ന് മിസൈലുകൾ വരും. കഴിഞ്ഞ തവണ സിന്ദൂർ ആക്രമണ സമയത്ത് നമ്മൾ സുസജ്ജമായി നിൽക്കുന്നു, 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കാമെന്ന് പറഞ്ഞ് തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഒരു നിർദ്ദേശം നേവിക്ക് പോകുന്നു. അതായത് നിങ്ങളിപ്പോൾ ആക്രമിക്കരുത്, ഒരു സീസ് ഫയറിൻ്റെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നേവി അതിൽ നിന്ന് പതുക്കെ പിന്മാറി. അപ്പോൾ ഇതിനു മുമ്പ് നേവിയുടെ കപ്പലുകളിൽ നിന്ന് ഉൾപ്പെടെ നമ്മൾ മിസൈലുകൾ പരീക്ഷിച്ചു, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിച്ചു, എല്ലാം സക്സസ് ആയിരുന്നു. ഇനി അറ്റാക്ക് ചെയ്താൽ മതി. അപ്പോൾ തയ്യാറായി നിൽക്കുന്ന നമ്മൾ ഏത് നിമിഷവും ഇവരെ ആക്രമിക്കും എന്നൊരു ഭീതി നിലവിൽ പാകിസ്ഥാനുണ്ട്. ആ ഭീതിയിൽ നിന്നാണ് അസീം മുനീർ നിങ്ങൾ പേടിക്കേണ്ട, ഞാനുണ്ട് കൂടെ, ഞാനാണ് നയിക്കുന്നത്, എന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ച് ലഞ്ചൊക്കെ തന്നിട്ടുണ്ട്, എല്ലാ പിന്തുണയും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതന്നെ അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുക്കുമ്പോൾ അസീം മുനീറിന്റെ ധൈര്യം ഈ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവുന്നതാണോ? അതെ, അസീം മുനീറിന്റെ പിന്തുണ ഏതാണ്? കാരണം ഈ സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്തെ ഭരണാധികാരി ആരാണോ, ആ ഭരണ തലപ്പത്തുള്ള ആളാരാണോ, അവരെ ആയിരിക്കും മറ്റൊരു രാജ്യത്തിന് തലവൻ വിളിക്കുന്നത്. ഇവിടെ എന്തിനാണ് പാകിസ്ഥാന്റെ സൈന്യാധിപൻ മാത്രമായ അസീം മുനീറിനെ വിളിക്കുന്നത്? അതായത് അസീം മുനീറാണ് ഇനി അടുത്ത ഭരണത്തിന്റെ തലവനായി വരേണ്ടത്. നമുക്ക് ഷഹബാസ് ഷെരീഫിനെ അങ്ങ് തട്ടിക്കളയാം, അല്ലെ അവനെ ഒഴിവാക്കാം. ഈ ഒരു നിർദ്ദേശം അമേരിക്കൻ ഭരണകൂടം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാകാം. ആ ഒരു ധൈര്യത്തിലാണ് അസീം മുനീർ ഇപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അസീം മുനീറിന് പ്രസിഡന്റ് ആകണമല്ലോ. പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇപ്പോൾ IMF, വേൾഡ് ബാങ്ക് ഇവരെല്ലാം തന്നെ കൂടുതൽ പണം ഈ പറയുന്ന പാകിസ്ഥാൻ അനുവദിച്ചു. എന്തുകൊണ്ടാണ്? ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ബേസ് വേണം. ഏതെങ്കിലും കാരണവശാൽ ചൈനയോ അല്ലെങ്കിൽ ഇന്ത്യയോ ഭാവിയിൽ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഏഷ്യയിൽ ഒരു രാജ്യം വേണം. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭീകരവാദത്തെ കയറ്റിവിടുന്നു, ഭീകരവാദത്തിൻ്റെ ഉൽപ്പന്നമാണ് പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്ക ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ് അസീം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യ പറയുന്നു ഇനി നമ്മൾ നോക്കിയിരിക്കില്ല. കാരണം ഞങ്ങളുടെ എയർഫോഴ്സിൻ്റെ ശക്തി മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, ഞങ്ങളുടെ നേവിയുടെ ശക്തി കണ്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച 4 നേവി വിഭാഗങ്ങളുള്ളതിലൊന്ന് ഇന്ത്യയാണ്. ഇപ്പം ക്വാഡ് എന്ന് പറയുന്നൊരു സഖ്യമുണ്ട്. ഈ ക്വാഡ് എന്ന് പറയുന്നത് നേവിയിലെ മികച്ച രാജ്യങ്ങളുടെ സഖ്യമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ ഉണ്ട്, ജപ്പാനുണ്ട്, ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഈ നേവിക്ക് എന്തുമാത്രം സ്വാധീനമുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ INS ടമാൽ എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധക്കപ്പൽ റഷ്യയിൽ നിന്ന് നമ്മൾ ഇപ്പം നീറ്റിലിറക്കിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ വിദേശ രാജ്യങ്ങളിലാണ് യുദ്ധക്കപ്പലുകൾ ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ ഇനി നമ്മളത് നിർത്തുകയാണ്. ഇനി നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു. അപ്പം വ്യോമ പ്രതിരോധ രംഗത്ത്, മിസൈൽ നിർമ്മാണ രംഗത്ത്, യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണ രംഗത്ത്, എന്തിന് അന്തർവാഹിനി പോലും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളുടെ ഈ തദ്ദേശീയമായ വികസനം ഉയർന്നു വരികയാണ്. അപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പദ്ധതികളിലൂടെ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും പാകിസ്ഥാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ചൈനയാണ്. അപ്പോൾ ചൈനയുടെ യുദ്ധോപകരണങ്ങൾ എത്രത്തോളം പാഴായിരുന്നു എന്നുള്ളത് ഈ ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പേടിക്കത്തില്ലേ അവർ. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കറാച്ചി എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാലും നമ്മൾ ആദ്യത്തെ ആക്രമണം കറാച്ചിയാണ്. അവരുടെ ട്രേഡിനെ അത് കംപ്ലീറ്റ് നട്ടല് തകരുക എന്ന് പറയുന്ന അവസ്ഥയായിരിക്കില്ലേ. സ്വാഭാവികമായിട്ടും കറാച്ചിയെ ലക്ഷ്യമാക്കി കപ്പലുകളിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഏതാണ്ട് 200 കിലോമീറ്റർ പരിധിയിൽ INS വിക്രാന്ത് നിൽക്കുന്നു, നമ്മുടെ നേവി സുസജ്ജമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണത്തെ ഭയക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.